ആരും ഇല്ലേ അവിടെ? അച്ഛനായരില്ലേ ഇവിടെ? അച്ഛനായരല്ല, എന്റെ അച്ഛനാ. അപ്പൊ അച്ഛനായരില്ലേ ഇവിടെ? അച്ഛാ, ആരോ തെണ്ടി വന്നിരിക്കണോ? ഭീമൻ ആ കുട്ടി പ്രത്യേകം ശ്രദ്ധിച്ചെന്ന് തോന്നുന്നു. അതാ വന്നിരിക്കുന്നു വിളിച്ചു പറഞ്ഞത്. അച്ഛനെ ഒന്ന് വിളിക്കോ മോളെ? അച്ഛനെ കാണാനാത്രേ. അച്ഛനായര് അച്ഛനെ ഒന്ന് കാണാൻ താല്പര്യപ്പെടും. അച്ഛാ, ഇനിയുണ്ടോ ചേച്ചി? ആരാ അത്? പൊടിയപ്പുറത്ത്. ആരാ? എന്താ വേണ്ടേ? സൈക്കിൾ യജ്ഞോ അഭ്യാസമായിട്ട് നടക്കണവരാ. ആയിക്കോട്ടെ, അതിന് ഞാനെന്താ ചെയ്യണ്ടേ? വടക്കേപ്പുറത്ത് ആൽപ്പറമ്പ് ഞങ്ങൾ കണ്ടു. മുമ്പ് സർക്കസും നാടകമൊക്കെ നടന്ന സ്ഥലമാണെന്ന് അറിഞ്ഞപ്പോ. അപ്പൊ നേരെ ഇങ്ങോട്ട് പിടിച്ചൂലേ? വേണ്ട, ഇവിടെ അങ്ങനത്തെ യാതൊരു അഭ്യാസം വേണ്ട, പൊക്കോളൂ. ആള് കൂടാനും ഞങ്ങൾക്ക് നിന്ന് കളിക്കാനും പറ്റിയ ഒരു സ്ഥലമായതുകൊണ്ടാണ്. വാടക എന്താച്ചാൽ മുടങ്ങാതെ ഇവിടെ തന്നോളാം. അല്ല, വാടകയ്ക്കായാലും അതിപ്പോ വാടക കേൾക്കുമ്പോഴേക്കും അലച്ച് കാണിച്ച് എടുത്ത് ചാടണ്ട കേട്ടോ. തമ്പുരാൻ എപ്പോഴാ വന്ന് കേറുന്നതെന്ന് അറിഞ്ഞൂടാ. ഈ പെട്ടിപ്പാട്ടും ആളും കൂത്തുമൊക്കെ അദ്ദേഹത്തിന് പിടിക്കും തോന്നുന്നുണ്ടോ? വേണ്ടാന്ന് വെക്കാ എളുപ്പാ. ഒരണ കിട്ടിയ അതാ ഇല്ലേ വിലാസിനി? ഞാൻ പറയേണ്ടത് പറഞ്ഞു. ഇനി നിങ്ങളുടെ ഇഷ്ടം. അന്യനാട്ടിൽ നിന്ന് ഇത്രടം വരെ വന്ന് ആവശ്യപ്പെടുമ്പോ പറ്റില്ല എന്ന് പറഞ്ഞ ചേപ്രല്ലേ? ആ, പെട്ടിപ്പാട്ട് ഒച്ചപ്പാടൊക്കെ ഉണ്ടാവല്ലോ. ഉണ്ടാവും. കഴിയുന്നതും കുറച്ചോളാം. ആ, കുറയ്ക്കണം. അതുകൊണ്ടായില്ല. ഒരു കാലത്ത് ഈ നാട് വിറപ്പിച്ചിരുന്ന ജയവർദ്ധന തമ്പുരാന്റെ മകൻ പ്രതാപവർമ്മ തമ്പുരാന്ന് കേട്ടിട്ടുണ്ടോ? രാജ്യഭരണം കയ്യിലില്ലെങ്കിലും ഞങ്ങൾക്കൊക്കെ അദ്ദേഹം ഇപ്പോഴും രാജാവാ. ഈ തറവാടിന് വേണ്ടപ്പെട്ട ഒരാളുവാ. എപ്പോഴാ വരിക പോവാന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, തമ്പുരാൻ വന്നാ പോണ വരെ ഇവിടെ ഒച്ചപ്പാടും ബഹളമൊന്നും കേൾക്കരുത്. ഇല്ല, വലിയ ഉപകാരം. വാടക മുടങ്ങാതെ ഇവിടെ കൊണ്ടു തരണം. ഒരു മുടക്കം വരുന്നില്ല. എന്നാ എന്താ ചെയ്തോളൂ. ശരി.